ഒതുക്കത്തില് ജിന്നോയെ ഒന്ന് പഞ്ഞിക്കിടാമെന്ന് വിചാരിച്ച് പുള്ളിയെ അടുത്തേക്ക് വിളിച്ചിരുത്തി Q&A സെഷൻ നടത്തുന്ന ശരണ്യനെയാണ് ഇത്ര നേരം ലൈവില് കാണാൻ സാധിച്ചത്. ആദ്യമൊക്കെ ജിൻഡപ്പന്റെ ഫേവറേറ്റ് കളർ എന്താണ്, അല്ലെങ്കിൽ ജിൻഡപ്പന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങി ശരണ്യ ജിൻഡോയോട് ചോദിക്കുവാണ്, പുറത്തെ ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയല്ലേ ജിൻഡപ്പൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇതിന്റെ അകത്ത് ജിൻഡപ്പൻ ശരിക്കും ഇങ്ങനെയാണോ, ഇതൊന്നും അല്ല ജിൻഡപ്പന്റെ സ്വഭാവം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ജിൻഡോ അതിന് കൊടുക്കുന്ന ഒരു മറുപടി കുറുക്കി കൊള്ളുന്ന പോലെ ഒരു മറുപടിയാണ്. ഞാൻ 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ തമാശകൾ പറയും, ഞാൻ സെന്റിമെന്റ്സ് പറയും, ദേഷ്യപ്പെടും, കഥകൾ പറയും, എല്ലാം എനിക്കറിയാം. ആരോടാണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നും എനിക്കറിയാം. പിന്നെ ജിൻഡോ വേറൊരു കാര്യം കൂടി എടുത്തിടുന്നുണ്ട്. 50 ദിവസങ്ങളുടെ മറ്റേ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു സ്കിറ്റ് ചെയ്യാൻ ബിഗ് ബോസ് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോയ്ക്ക് നെടുനീളം ഡയലോഗ് ഉള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ഗബ്രി കൊടുത്തു. ആ ക്യാരക്ടർ വേണ്ട എന്ന് ജിൻഡോ പറഞ്ഞതായിട്ട് പുള്ളി ശരണ്യയോട് പറയുന്നുണ്ട്. പിന്നെ ഗബ്രി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഡയറക്ടറുടെ സിനിമയിൽ ലീഡായിട്ട് അഭിനയിച്ചിട്ട് അവൻ ഇപ്പോഴും അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടുന്ന് പുറത്തിറങ്ങിയാല് എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടും, അതെന്റെ ആഗ്രഹമാണ്, ഞാൻ തേടി പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ശരണ്യയുടെ അടുത്ത്. ഇതിന്റെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഒരു 2 ചോദ്യങ്ങൾക്കുള്ളിൽ ശരണ്യയുടെ ഇന്റർവ്യൂ അവസാനിക്കുന്നുണ്ട്. ജിൻഡോ അടിച്ച് അണ്ണാക്കി കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ശരണ്യയുടെ ഇന്റർവ്യൂ കൊള്ളാമായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും